ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് വയനാടാണ്. ഇന്നലെ നൈറ്റ് ഞാൻ ഇവിടേക്ക് വയനാട്ടിലേക്ക് വന്ന് രാത്രിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നൊരു 2:30-3 മണി ആ ടൈമിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇതാണ് എൻ്റെ ഫ്രണ്ട് അബി. സോ അബി വയനാടിനാണ് വീട് അല്ലേ? നമ്മളിപ്പോൾ എവിടെയുള്ള കൽപ്പറ്റ അല്ലേ? സോ ഗുഡ് മോർണിംഗ് അസ്ല. ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങി. ഓക്കെ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെതറാണ്. ഈവൻ രാത്രിയായാലും നല്ല തണുപ്പും. ഞാൻ വേറെ തണുപ്പ് സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഞാൻ ഡൽഹി വന്ന് പിന്നെ ഞാൻ കേരളത്തിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ചൂട് തോന്നി. പക്ഷെ ഇവിടെ ഭയങ്കര നല്ല വെതറാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? എനിക്കറിയാലോ സ്പോട്ടൊക്കെ എവിടെ എന്താന്നുള്ളത്. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്തായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എറണാകുളത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരുടെയും ഇവിടെ മഴയുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല പുട്ടും മീൻകറിയാണ് കേട്ടോ കഴിക്കുന്നത്. അടിപൊളി. എന്തായാലും അതെ, അബിയുടെ സജഷനാണ്. ഇനി കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് മീൻകറി, എൻ്റെ ഫേവറേറ്റ്. അടിപൊളി. അല്ലല്ല, കൊടംപുളിയല്ല. കൊടംപുളിയാ? ഓക്കെ. കൊള്ളാട്ടോ. ഫുഡ് അടിപൊളിയാന്നുള്ളതിന്റെ തെളിവാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി പോലും ബാക്കി വെച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നല്ല ഇത് മേടിച്ചിട്ട്, അയ്യോ അതിന്റെ പേര് പറഞ്ഞല്ലോ, കൊറോണ പോലെ ഇരിക്കുന്ന സാധനം എല്ലാം കഴിച്ച് നമ്മളിപ്പോ ഒരു ഫ്രണ്ടിന്റെ, അസ്ലാന്റെ ഫ്രണ്ടിന്റെ കൂടെ നമ്മൾ എങ്ങോട്ടോ പോവാ. എങ്ങോട്ടാന്ന് അറിയില്ല കേട്ടാ. നമ്മള് ഗുർക്കയിലൊക്കെ പോകുന്നത്. ഹായ്, നമസ്കാരം. കൊറേ പോവാനുണ്ടോ? ഓഫ് റോഡാണ്? തൊട്ടപ്പുറേ. ഓക്കെ. എന്താ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇത് നോക്ക്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒച്ച്. വലുതാണ്. കളറൊക്കെ നോക്ക്, മഞ്ഞയും ബ്രൗണും നല്ല രസം. ഞങ്ങള് നേരത്തെ ആ വണ്ടിയിൽ കയറിയിട്ട് എവിടേക്കാ പോയിന്നറിയോ? അസ്ലാം നമ്മളെ എവിടെ പോയിട്ടപ്പോ വരുന്നത്? വിളിക്കാത്ത കല്യാണമല്ല, വിളിക്കാത്ത ഹൗസ് വാമിങ്. ലൈഫിൽ ആദ്യമായിട്ടാ ഞാൻ വിളിക്കാത്ത ഹൗസ് വാമിങ്ങിന് പോകുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു ഹൗസ്. അതെ, അടിപൊളി വീട്. 15 സെന്റില് 4 നില. അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു അടിപൊളി ഇതായിരുന്നു. നമ്മള് ഫുഡ് കഴിച്ചില്ല, കാരണം ഞങ്ങൾ എല്ലാരും പ്യുവർ നോൺ വെജ് ആണ്. അവിടെ വെജ് ബിരിയാണി ശീലടാ. ഞാനും അബിയും കൂടെ ഒരു ഏത് വർഷമാടാ? കഴിഞ്ഞ വർഷം 3 വർഷം. ഒരു 3 വർഷം മുന്നേ ഞാനും അബി ഇതേപോലെ വയനാട് വന്നിട്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് അന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു. ഇന്ന് അങ്ങനെയല്ല. ജുബിൻ ചേട്ടന്റെ പ്രോപ്പർട്ടി കണ്ട് ഗൂർക്കയില് കേറി നമ്മള് ഓഫ് റോഡ് അടിച്ച് സെറ്റായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മള് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞാ. ഇനി ആ ശ്രദ്ധിക്കാം. ഇനി ഒന്ന് അസ്ല ഓർമ്മിപ്പിക്കും. ഞാൻ മറന്നുപോയി ശരിക്കും, കാരണം വിളിക്കാത്ത വരുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അതെ, അടിപൊളി. നമ്മളിന്ന് ട്രക്കിംഗ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി, പക്ഷെ എല്ലാം ക്ലോസ്ഡ് അല്ല. ബ്രഹ്മഗിരി ക്ലോസ്ഡ്. പിന്നെ ഏതാ? ഇനി നമ്മള് ചെമ്പ്രി മണസൂരുള്ളു. ബാക്കിയെല്ലാം മലയാള സിനിമയിലെ മിന്നും ജിം താരം അബു സലീമിക്കയുടെ മകനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റിലേക്ക്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നൊസ്റ്റാൾജിക് റെസ്റ്റോറന്റ്. അപ്പൊ അവിടെ ഫുഡ് ഓണസദ്യ, സ്പെഷ്യൽ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. സത്യം പറയാലോ, ഫുഡ് മാത്രാണ് മെയിൻ. നാട്ടിൽ വരുന്നതേ ഫുഡ് കഴിക്കാനാണ്. അതുകൊണ്ട് വീട് കാണുന്നവരൊന്നും വിചാരിക്കരുത്. ഫുഡ് ആ ഒരു തന്നെയാണ്. പിന്നെ ലാറ്റിൻ അമേരിക്കലിന്റെ ഫോളോവേഴ്സിന് ഓക്കെയാണ്, അവർക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കാണാൻ പറ്റും. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നോൺ വെജ് ഇല്ലാണ്ട് പറ്റാത്തതുകൊണ്ട് നല്ല ഐക്കുറ. യെസ്, പ്യുവർ നോൺ വെജ് ആണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് സദ്യയില് ഇതാ ബീഫ് 2 ടൈപ്പ്. പിന്നെ അത് ഇടിയർച്ചി ബീഫിന്റെ അല്ലേ? ഇടിയർച്ചി ബീഫിൻ്റെത്. ചിക്കന് ചിക്കൻ 2 ഐറ്റം ഉണ്ടോ? അതിനെപ്പോഴാണ് കാണുന്നത്? അതെ. സ്പെഷ്യൽ താങ്ക്സ് ടു
സാനു മോൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നതാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട്. ഇത് അടിപൊളി, കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി പൊട്ടാനായിട്ട് നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് ട്രക്ക് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. കലോറീസ് എല്ലാം ഭക്ഷണം കഴിക്കുമ്പോ പകുതി കഴിക്കാൻ പാടുള്ളൂ. പകുതി അതാ പറയണത്, പകുതി ശ്വസിക്കാൻ വേണ്ടിട്ട് പകുതി. ഇന്റെ ഫുഡ് ഇവിടെ വരെ എത്തി. ഇന്റെ വയറിലെ സ്ഥലല്ല, അവരുടെ സ്ഥലം വയറിൽ ഇനി സ്ഥലം ഉണ്ട് എന്നാ പറയണ. 50% പായസം കൂടി കഴിക്കായിരുന്നു. ഇവന്റെ പായസം ഞാൻ പിടിച്ച്. അവൻ പായസം കുടിക്കില്ല, മധുരം പറ്റില്ല അവന്. അബി ഏതാ സ്ഥലം ഇതിന്റെ പേര്? മയിലാടിപ്പാറ. മയിലാടിപ്പാറയില് ഞാനൊരു 3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അബി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് മുടിയൊന്നും ഇല്ല അല്ലേ അബി? നാട്ടുകാരൊക്കെ ഭയങ്കര സഹകരണം, പാർക്ക് ചെയ്യാൻ സമ്മതിക്കണ്ടായില്ല. അല്ല, ഞങ്ങൾ അന്ന് മുന്നേ വന്നപ്പോ ഇവിടെ ടിക്കറ്റില്ല. എപ്പ അബി പറഞ്ഞു ടിക്കറ്റ് ആയിരുന്നു. അതാ ഞാൻ ഷോക്കായത്. 20 രൂപ ഒരാൾക്ക്. ഞങ്ങളൊരു 3 വർഷം മുന്നേ ഞാൻ വന്നപ്പോ ഇവിടെ ടിക്കറ്റ് ഇല്ല, ഫ്രീ ആണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കൂല, ഇല്ലാതെ എടുക്കൂല, നല്ല കാർഡ്. സീരിയസ്ലി ഞാൻ ഇങ്ങനെ അബീനടുത്ത് പറയാട്ടോ, എന്താ ഇനി ചിലപ്പോ ഇനി ഫേമസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് വരുന്നത്. അപ്പൊ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി വന്നു. എന്താല്ലേ ഓരോ കാർഡും അല്ലെങ്കിൽ സാധാ സ്ഥലം നമ്മള് ട്രക്ക് ചെയ്ത ഫേമസ് ആയി കഴിഞ്ഞാ പിന്നീട് ടിക്കറ്റ് ആയി, ഓ ഗേറ്റ് ആയി, എന്തൊക്കെയായി സീൻ തന്നെ. അത് കൊറേ ഉണ്ട് ഇപ്പൊ. കൊറേ എന്താ പറയാ, കണ്ണൂർ ഭാഗത്ത് തന്നെ പൈതൽ മലയും അങ്ങനെ പാലക്കയം തട്ട് അവിടെ ഒക്കെ ഇപ്പൊ ടിക്കറ്റായി എല്ലായി. അത് മാത്രല്ല, ഇവിടെ 6 മണി വരെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ ഉള്ള പ്രശ്നമാണ്. ഓ, അങ്ങനൊക്കെ ആക്കി. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ എണ്ണവും കൂടിയല്ലോ. അതെ, ടിക്കറ്റ് വെക്കാ. പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിൻ ഒന്നും ഇല്ലേ? ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണില്ല. 20 കാടമുട്ട അതുപോലെ അവള് കഴിക്കണേക്കാൾ കൂടുതൽ നമ്മള് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് 12 മണിക്കൂറില് 3 ഹെവി മീല്. അതാണ് ഓർഡർ ചെയ്യാത്ത സാധനമൊക്കെ വന്ന്, അതാ പ്രശ്നമായത്. അതാണ് അതെല്ലാവടെയും സംഭവിക്കണം. ഇന്നലെ അങ്ങനെ തന്നെ ഉണ്ടായത് എല്ലാടും. എന്താ ചെയ്യാ, സ്നേഹം അതാണ് പ്രശ്നം. എന്നോട് എല്ലാവർക്കും ഇത്ര സ്നേഹം ഉണ്ട് എന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ ഇത്ര നാളും ഫുഡ് കഴിക്കാണ്ട് വന്നോണ്ടാണോ ഇവരെല്ലാരും എനിക്ക് ഇത്ര ഫുഡ് തരുന്നത്? സന്തോഷം, സത്യം. എന്ത് സ്നേഹ അല്ലേ, വേറെ എവിടെയും കിട്ടൂല. ഞാനൊക്കെ എറണാകുളത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോ ആരൊന്നും മൈൻഡ് ആക്കലില്ല. സത്യം, ആ ഫുഡില് സ്നേഹം തന്നെ ഉണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ജെയിൻ ടെമ്പിൾ ആണ് കേട്ടോ. എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു ജെയിൻ ടെമ്പിൾ ഉള്ള കാര്യം അല്ലേ? ജെയിൻ ആൾക്കാർ വളരെ ജെയിൻ എന്ന് പറഞ്ഞാല് ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ. അങ്ങനെ ഞാൻ 3 വർഷം മുന്നേ ആദ്യം വന്നപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. കുറവാണ്. നല്ല വേറെയും ടെമ്പിൾ ഉണ്ട് അല്ലേ? അടിപൊളി. ഇവിടെ നല്ല വ്യൂ ആണ് നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ. പക്ഷെ സൺസെറ്റ് വ്യൂ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. ഇവിടെ നോക്ക് എന്ത് രസാ, ഫുള്ള് ഫോഗല്ലായിട്ട് വന്നിട്ട് മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ ചാറി വരുന്നുണ്ട്. അവിടെ ബാക്കിൽ നിന്നൊക്കെ നല്ല കോടിറങ്ങി വരുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ ആണെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ആരും വരുന്ന അധികം കാണുന്നില്ല. ഫുള്ള് കപ്പിൾസ്. നമ്മള് മാത്രം ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ അല്ലേ? നമ്മള് മാത്രം ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുള്ളൂ. കാട്ടില് 10 ദിവസം സർവൈവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങില്ല കേട്ടോ. അപ്പൊ അവിടെ ഇവിടെ കാണുന്ന വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടൊക്കെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അത് കിണറ്റിലെ വെള്ളത്തില് തവണ മൂത്രയ്ക്കും. പിന്നെ ഇവിടെ വെള്ളം തന്നെ ആയിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. വെള്ളത്തിൽ വീഴുന്നു, വീഡിയോ ഇടുന്നു, അത് വൈറലാവുന്നു.
ഇവിടെ നിന്ന് കുടിച്ചോ. മുഖം മൂഞ്ചി വെച്ച് കുടിക്കണം, കയ്യിൽ കുടിച്ചാൽ മതി, കയ്യിൽ കുടിച്ചാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു വെള്ളത്തിന് ടേസ്റ്റ്? നല്ല വെള്ളം കുടിച്ചു നോക്ക്. ഇതിപ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം മഴ പെയ്ത് ഒഴുകിപ്പോയി പിന്നെയും ഫില്ലായതല്ലേ. എന്നാലും ഉണ്ടാവും കേട്ടോ. പിന്നെന്താ ഉറപ്പായി പിന്നെ 2 ദിവസം 48 മണിക്കൂർ ഒന്നും കിട്ടിയില്ല തിന്നും. മറ്റേ ആട് ജീവിതത്തിൽ ആ മണല് വാരി തിന്നുന്നില്ല, മണല് വരെ വാരി തിന്നു. പിന്നെ എന്തോ വേറെ തിന്നാൻ പോയിട്ട് അത് പോയി നോക്കാം എന്താ തിന്നാൻ പോയി നോക്കാം. ഞാൻ എന്തിനാ എന്തൊക്കെ ചവിട്ടാൻ മടിക്കുന്നു, കാട്ടു പോയി എങ്ങനെയൊക്കെ ചവിട്ടേണ്ടി വരും. വേണ്ടി വരും. ആരെങ്കിലും സമാധാനം തരില്ല. ഇറങ്ങിപ്പോടാ. ഇവിടെ എന്തോ തെരയുന്നുണ്ടായിട്ടോ. ആ പൂവൊക്കെ തിന്നാട്ടോ. തിന്നാനോ? തിന്നു. നീ തിന്നോ? ഞാൻ തിന്നു. ഇത് ഞാൻ തിന്നു. എന്താ തുമ്പപ്പൂവല്ലേ? തുമ്പല്ലേ തിന്നു? ചത്തൊന്നും പോലടി, ചത്താ പോട്ടെ. നിങ്ങൾ തിന്നുണ്ടോ ഇതിനു മുന്നേ? തുമ്പയൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സീരിയസ് ആയി ചോദിക്കുന്നു. ഒരു ടേസ്റ്റും ഇല്ല, പക്ഷെ തിന്നോ. എന്തിനാ? വെറുതെ പ്രശ്നമില്ല. സർവൈവ് ചെയ്യണ്ടേ. എന്തായിരുന്നു? ഞാനിത് അവിടെ ഒരു മൈസൂർ പാക്കും പിന്നെ നമ്മളിത് അവിടെ ഒരു ഗീ കേക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ജലജ എന്ന് പറഞ്ഞ് ഇവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് അച്ചപ്പം കൂടെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അച്ചപ്പം കഴിക്കാൻ നോക്കിയ സമയത്ത് ഫുള്ള് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ അല്ലേ? അടിപൊളിയായിരുന്നു. അച്ചപ്പാണെങ്കിലും അടിപൊളിയാണ്. ഇത് അടിപൊളിയായിരിക്കും. ഈ കേക്കിന് ഇത്രയും വില ഉണ്ടല്ലേ, ഞാനിപ്പോഴും ഞെട്ടിപ്പോയത്. 140 രൂപ, എനിക്ക് അറിയില്ലായിരുന്നു 150 രൂപ ഉണ്ട് എന്നുള്ളത്. അച്ചപ്പം കിട്ടിയിട്ടുണ്ട്. എന്റെ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡും ഞാൻ കഴിച്ച് എന്റെ വിഷമം തീർത്തോണ്ടിരിക്കുകയാണ്. ഒരു കയ്യില് കേക്ക്, ഒരു കയ്യിൽ അച്ചപ്പം, ഒരു മുന്നിൽ സ്റ്റിയറിംഗ്. വണ്ടിയിലെ ഫുഡ് കഴിച്ചോണ്ട് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. അതന്നെ ഫുഡ് കഴിച്ച് മരിച്ചു, അതന്നെ ഉണ്ടാവുകയാണ്. അതന്നെ ഞങ്ങള് 4 ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാണ്. അതെ, തിന്ന പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ലാസ്റ്റ് ഞാൻ വയനാട് വന്നപ്പോ ഇതുപോലത്തെ അച്ചപ്പാണ് കഴിച്ചത് കേട്ടോ. സീരിയസ്ലി, ഇങ്ങനെ ചെറുത് നല്ല രസമായിട്ട്. ഞങ്ങളെ നാട്ടിലെല്ലാം വലുതായിട്ടുണ്ടാവാം. പിന്നെ ഭയങ്കര കട്ടിയാണ് ഇതിന്. ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര എങ്ങനെയുണ്ട്, നാടൻ പശുവിന്റെ നെയ്യോണ്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആദ്യം ഇത് കഴിക്കാം. നല്ല ക്രിസ്പി. അടുത്ത സ്പോട്ടിലെത്തിയതാ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും സമയമില്ലാണ്ട് കഴിക്കൽ തുടങ്ങി. ഞാനും അഭി മാത്രത്തില് ഒരു സമാധാനം ഉള്ളു അല്ലേ? അഭി രാത്രി ഇട്ടിട്ട് വേണോ? വേണ്ടല്ലോ, വിശക്കണ പോലും ഇല്ല. സത്യന്റെ വയറ് പൊട്ടറേ. അതാ പറഞ്ഞ വേണ്ടാന്ന് ഞാൻ പറയണത്. അല്ല, അങ്ങനെ അത്ര ഇത് നോക്ക്. ഇതാ വേറെ ബ്രോസ്റ്റഡ് എന്തോ ട്രൈ ആവുന്ന്. ഓൾറെഡി ഇത് കുടിച്ച് എന്താ പറയാ, പാമ്പ് എര വിഴിഞ്ഞിരിക്കണ പോലെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതെ അങ്ങനെ ഓന്റെ വേറെ സ്ഥലമുണ്ട്, വട്ടിന്റെ വേറെ സ്ഥലം വേണ്ടേ? അതല്ലേ, ഇത് ആളുടെ റെസ്റ്റോറന്റ് തന്നെ ആണ് കേട്ടോ. അത് നമ്മള് സോറി, കഫേ. വേറെ ആരുടെ അല്ല, അപ്പൊ നമ്മളെ സ്വന്തം. കപ്പിംഗ് ലോഞ്ച്. നമ്മളിത് എവിടെ സ്ഥലം? കേണിച്ചിറ. ഓക്കെ, അസ്ല എന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ. മോമോസ് ചിക്കനാ, നല്ല മോമോസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അടുത്തതൊന്നും പോരായിട്ട് ബീഫ് അച്ചാറാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാ ബീഫ് അച്ചാർ കഴിക്കുന്നത്. ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ഫിഷ് കഴിച്ചിട്ടുണ്ട്. പുതിയ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അതിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഉപ്പിട്ടായില്ലേ? ഉപ്പിടാൻ മറന്നുപോയി. എനിക്ക് മനസ്സിലായി, ഉപ്പിടാണ്ട് പുളി സീനായിരിക്കും. ബീഫ് അച്ചാറെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ നമ്മളിത് അവിടെ ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ വന്നേക്കാണ് കേട്ടോ. നമ്മളെ ഫുവാദ് ബ്രോയുടെ സ്വന്തം റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫുവാദ് ബ്രോയുടെ അല്ലേ? ആ ഫുവാദ് ബ്രോയുടെ ബ്രദറും എല്ലാരും ഉണ്ട് ഇവിടെ. ഇതാ അവിടെ കുറെ ഇഗ്വാനൊക്കെ കാണുന്നുണ്ട്.
കടിക്കുന്നൊക്കെ ഉണ്ട്, ആരുടെ ചെവിയൊക്കെ കടിച്ചു പറിച്ചു എന്നുള്ള കഥയൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിലെടുത്ത് വെക്കാൻ പറ്റുമോ? ആ പറ്റും. കടിക്കോ അബിന്റെ മേത്ത് വെക്കാന്ന് പറഞ്ഞതാ, അബി ഏറ്റതാ, പിന്നെ മാറ്റി പറഞ്ഞ അവിടെ ഉണ്ട് കേട്ടോ വലുത്. ഓ മുട്ടയിടാനായിക്കുന്നത് ആണോ? കണ്ടോ വലുപ്പം കണ്ടോ? ആണോ? നല്ല വലുതില് 2 തരത്തിലുള്ള കളറ്. എന്താ സാലഡ് ഒക്കെ ആണല്ലോ കഴിക്കുന്നത്. ഒരുവിധം എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. കാണിക്കാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റാത്തൊക്കെ ഉണ്ടോ? കൊറേ ഉണ്ട്. ഇതിനുള്ള ആരുമില്ലല്ലോ, പറന്നു പോയോ കിളികളൊക്കെ? അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. സംസാരിക്കോ? സംസാരിക്കൂല. അടിപൊളി. നമ്മളിതാ രാത്രിക്ക് അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ആ പൂളിന്റെ ഏരിയ അവിടെ. പക്ഷെ തണുപ്പുണ്ട്, പൂളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. ചെറിയ തണുപ്പല്ല. പീസ് ഓഫ് ഗാർഡൻ. യാ അടിപൊളി. ഇവിടെ റിലാക്സ് ചെയ്ത് കിടക്കാം. ഇവിടെ ആഴുണ്ട് കേട്ടോ, അത്യാവശ്യം ആഴുണ്ട്. 170 അവിടെ എഴുതി വെച്ചിന് പൂൾ നിയമങ്ങൾ കൊറേ ഉണ്ട്. കൊള്ളാം. പകലായിരുന്നെങ്കിൽ സെറ്റാ, കാരണം വെയിലുണ്ടാവും, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ട്യൂബുണ്ട്, മുങ്ങിയൊന്നും പോവില്ല. അത്യാവശ്യം വലിയ പൂളാണ്. ചെല്ലി ആഴം പോയി നോക്കിട്ട് വാ. ഇവിടെ നല്ല ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ, എടുത്തു കൊടുക്കണേ. വിശന്നപ്പോ ഞാൻ പിന്നെ ഒരു 10 ഉണ്ണിയപ്പം കഴിച്ചു. പിന്നെ എനിക്ക് വിശന്ന് കുറച്ച് ഒഴിവാക്കാണ് ഞങ്ങൾ സുമിനെ സെലക്ട്. ആ നന്നായി ഇടുക്കി. ഇന്നൊക്കെ താങ്ങൂല. അടുത്തതായി നമ്മൾ ആഘോഷിക്കുന്നത് പായസം. ഉണ്ണിയപ്പം കുട്ടി കഴിക്കാൻ കുറച്ചധികം. ഞാൻ പാൽപ്പായസം വേണം പറഞ്ഞിട്ട് പാലട പായസം കിട്ടിയില്ല, പക്ഷെ എല്ലാം വേണം എനിക്ക്. ഇല്ല, എനിക്ക് 2 ആഗ്രഹം ഉണ്ടായിരുന്നു. 2 ആഗ്രഹം ഉണ്ട്. അടി എല്ലാം സെയിം കറക്റ്റ്. അതന്നെ കുറച്ചേ കഴിക്കോളൂ അല്ലേ? ഇതാണോ ഒന്ന് മുക്കാന്? ഉണ്ണിയപ്പം വേണം മുക്കാന്? സുമിയന്നെ സ്ഥലല്ലോ, പക്ഷെ അൽഫാം കണ്ടില്ലേ? അങ്ങനല്ല, അൽഫാം ക്രൈങ് എത്ത കോർണർ സ്മൈലിംഗ് ഭയങ്കര ടേസ്റ്റ് മതിട്ടോ. എത്രയാണ് ഇത് കഴിക്കുന്നത്? നമ്മള് ഭയങ്കര സെലക്റ്റീവ് ഫുഡ് അക്കോമഡേഷൻ ആണ്. നമ്മളെ അൽഫാം ക്രൈങ് ഇൻ ദ കോർണർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അൽഫാം മന്തി. അത് സ്നേഹം കൊണ്ട് നമ്മളെ കൊന്നു. ലാസ്റ്റ് ഇതൊക്കെ കൂടി പുറത്തേക്ക് വരുമോ? ഇല്ല, ശ്രദ്ധിച്ചാ മതി. എനിക്ക് കിട്ടിയത് താങ്ക്സ് ടു ഇത്താത്ത. സ്ട്രേഞ്ചർ ആരോ ബാബുരാജ് മറ്റേ ഇതിൽ പറഞ്ഞ കൂടെ പോയിരുന്നോ അവന്റെ കൂടെ? അരി ഇട്ടിട്ടുണ്ടോ അതില്? ഇടയ്ക്ക് ഒരു പാൽപ്പായസത്തിന്റെ ടേസ്റ്റ് കിട്ടി, അതൊന്ന് ചോദിച്ചാ. ഓക്കെ, എന്തായാലും കൊള്ളാം.
അധികം മധുരം ഇല്ല, അപ്പൊ എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല. അപ്പൊ ഇത് ലൈറ്റ് മധുരം ആയതുകൊണ്ട് കൊറേ കുടിക്കാൻ പറ്റി. അല്ലെങ്കിൽ 5 ഗ്ലാസ് കുടിച്ചാൽ ഞാൻ അപ്പൊ അവിടെ ഓഫ് ആവും. പായസം കുടിച്ചു. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിയപ്പം നല്ല അടിപൊളി. ഓക്കെ ഓക്കെ. ഉണ്ണിയപ്പം ബീഫും ഇവിടെ അതാണല്ലേ കോമ്പിനേഷൻ. ഉണ്ടാക്കൂലേ? അടുത്ത പ്രാവശ്യം വരാം, നമുക്ക് അതിനായിട്ട് വരാം. ഓക്കെ ഓക്കെ, എന്തായാലും താങ്ക് യു. ഞങ്ങള് വരുന്നുണ്ട് പോത്തുംകാലേക്ക്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഇന്ന് ഓണാണ്, തിരുവോണാണ്. ഞാനിതാ വയനാടാണ് ഉള്ളത്. ഇത് ഞാൻ ഈ ഒരു ടീഷർട്ട് ഞാൻ ഡൽഹിയിൽ മറ്റേ ഫെസ്റ്റിന് പോയ സമയത്ത് മേടിച്ചതാണ് കേട്ടോ. ഓണത്തിന് ഇടാനായിട്ട് മേടിച്ചാണ്. ഇന്ത്യയിൽ സാരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, എനിക്ക് എടുക്കാനും അറിയില്ല, ഇന്ത്യയിൽ ഇല്ലേനി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അതൊന്നും കിട്ടൂല. അപ്പോൾ ഇതാ മോർണിംഗ് ആയപ്പോൾ തന്നെ അബിത് അവിടെ ഓരോന്നിനെ പിടിച്ചതാക്കുന്നത്. ഓ അവിടെ 2 പേരുണ്ടല്ലേ ഞാൻ ഇപ്പം കാണുന്നത്. കടിക്കൂല, പുറകിലിരിക്കണോക്ക്. കടിക്കൂലെന്ന് അറിയില്ല. വേണ്ട, അതിനെ പേടിപ്പിച്ച അത് കടിക്കൂട്ടോ. തിരിയോതോ ചെവിയിൽ പിടിച്ച്. പേടിയില്ല. തൊടനോക്ക് ഒരു ഇതുമില്ല. നല്ല രസം നോക്ക്, ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എന്ത് വലുതാ അതിന്റെ വാലോക്ക്. ഇവിടെ വരുന്നുണ്ട്, നല്ല വലുതാട്ടോ അത്. എടാ കടിക്കൂ, വേണ്ട അബി കടിക്കൂ, വേണ്ടടാ. എനിക്ക് ഒരു പേടിയില്ലേ? പേടിയില്ലല്ലേ അബിക്ക്? എന്താ പേടിയില്ലാത്ത? ഉള്ളിൽ കിട്ടോ? കേറ്, പേടിയില്ല. കടിക്കില്ലേ? കടിക്കില്ലേ? തട്ടങ്ങട് തട്ടിയിട്. അങ്ങനെ ഉപദ്രവിക്കരുത്, പാവാണോ. തട്ടിയിടെന്ന് പറഞ്ഞാൽ അതിനൊന്നും പറ്റൊന്നുമില്ല. ചുമ്മാ കടിച്ചത്. വാലിന് ആരാ ഞങ്ങള് ചെയ്തത്? എന്ത് സീന്. ഓ കൊള്ളാം. ഇവിടെ മീനും ഉണ്ട് കേട്ടോ. അത് തിന്നാൻ പറ്റുന്ന മീനാ. വലിയ മീനൊക്കെ ഉണ്ട് അതിന്റെ അടിയില്. ഇപ്പൊ ചെറിയ ഇതാണ് കാണുന്നത്, വലുതും എല്ലാം അതിന്റെ അടിയില്. അത് തിന്നാൻ പറ്റുന്നയാ? എന്തേ? എന്താടാ തിന്നാൻ പറ്റുന്നയാ? വലുതാ? ചെറുതല്ലേ? 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 കയ്യില് കൊടുത്തോക്ക്. ആ വരില്ല. പിടിക്കാൻ കിട്ടി. കടിക്കൊന്നുമില്ല, വെറുതെ വലുതുണ്ടല്ലേ. ഓണം പെരുന്നാളൊക്കെ ആയിട്ട്, പെരുന്നാളല്ല എന്താ നബിദിനൊക്കെ ആയിട്ട് ഇതാ പള്ളിയില് നല്ല നെയ്ച്ചോറും ബീഫും പിന്നെ ദോശയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ട്. ഹലോ, പേര്? റസാക്ക്. ഓക്കെ, റഫീഖ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്താണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളിതാ കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. രാവിലെ തന്നെ ഞാനാണെങ്കിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്യുവർ നോൺ വെജാ. അതെ, പിന്നെ 3 നേരം അങ്ങനെ കഴിക്കാൻ പറ്റും. നാട്ടിലെത്തിയ 3 അല്ല 6 നേരം 8 നേരം കഴിക്കുന്നത്. ദോശ എനിക്ക് വേണ്ട, എനിക്ക് നെയ്ച്ചോറ് ഓൺലി. ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം ഫുള്ളായി. അയ്യോ, വീഡിയോ കാണിക്കാനും മറന്നു. ഈ പായസം വീണ്ടും ഒരു 2 ഗ്ലാസ് പുതിയ പായസം, വേറെ ടൈപ്പ് പായസം കുടിച്ച് നല്ല കോടയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് നോക്കുക, ഡോഗ് 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 അതുപോലെ ഉണ്ട്. കൊറേ ഉണ്ട്. ഇത് അതല്ല ഇപ്പൊ ഞാന് എന്റെ ഒരു ഫ്രണ്ടിനെ സർപ്രൈസ് ആയിട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ്. വടകരക്കാണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. അല്ലേ എന്തൊരു സംശയം. അതെ നമ്മള് വടകരക്ക് പൊക്കോണ്ടിരിക്കയാണ്. എന്റെ ഫ്രണ്ടിന് അവള് കൊറേ ദിവസം എന്നാ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആവും, അത് ഉറപ്പാ. ഫുഡ് തരുന്ന പറഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് ഫ്രണ്ട്സിനെ കാണാതിരിക്കേ. ഉച്ചക്ക് സദ്യ അവിടെ നോക്കാം അല്ലേ? ഉച്ചക്ക് സദ്യ അവിടെ നോക്കാം. കണ്ണൂര്, വടകര ആ ഭാഗങ്ങളിലെ ഈവനിങ് സ്നാക്സ്. ഓക്കെ, എന്തായാലും സർപ്രൈസ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഫുഡ് കിട്ടുമോ? അതാണ് ഫുഡ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്താ ഇങ്ങനെ മറക്കണത്? ഓണാണെന്ന് ഉള്ളത് കൊണ്ട് ഓണം.
അതെ, അതുപോലെ തന്നെ ഫുഡ് നമ്മള് പക്ഷെ പറയാ ഫുഡ് കഴിക്കണ്ടാന്ന്, നിർബന്ധിച്ചാ കഴിക്കാൻ. ഓക്കെ, മിത ഭക്ഷണല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ പക്ഷെ ഈ വഴി ആദ്യമായിട്ടാന്ന് തോന്നുന്നുണ്ട്, അല്ല വന്നിട്ടുണ്ട് തോന്നുന്നു, ഓർക്കുള്ള സാധ്യതയില്ല. ബാംഗ്ലൂരിന്നോ മൈസൂരിന്നോ ഒന്നും വരുമ്പോ ഇത് വഴിയില്ല. തേത് വഴിയാ, തേത് കണക്ട് ചെയ്യുന്നത്. ഈ റോഡ് ചുരം കഴിഞ്ഞ ഏത് സ്ഥലത്താണ്? കുറ്റ്യാടി എത്തണം. ഈ കുറ്റ്യാടി പോയിട്ടില്ല എന്നാ പറയണത്. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഈ അടുത്തൊന്നും പോയിട്ടില്ല, എന്തായാലും ഒരു 5-6 വർഷത്തില് പോയിട്ടില്ല. അതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും നമ്മള് താമരശ്ശേരി തന്നെയാണ് മെയിൻ. പക്ഷെ നല്ല കോടയുണ്ട്, കോടയുണ്ട്. പക്ഷെ റോഡ് കുറച്ച് മോശമുണ്ട്. നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ട് അല്ലേ? തണുത്ത കാറ്റ് AC-ന്റെ അല്ല ശരിക്കും ഉണ്ട്. എവിടുന്ന് പോടി, നല്ല രസമുണ്ട്. നല്ല കോടാട്ടോ. ഇവിടെയൊക്കെ വീടാണെങ്കിൽ ഞാൻ ഇതുവഴി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കട എവിടോ കണ്ടുപോലുണ്ട് ശരിക്കും. അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഫുള്ള് കോടയാലോ അല്ലേ? ആ, അവിടെ ഫുള്ള് കോട. അതന്നെ, അടിപൊളി, കൊള്ളാം കൊള്ളാം. അപ്പൊ നമ്മള് നേരെ വടകരയില് കുഞ്ചുവിനെ കാണാൻ പോകുന്നയാ. കുഞ്ചു സർപ്രൈസ് ആവട്ടെ. കുഞ്ചു എന്തായാലും സർപ്രൈസ് ആവും, സീരിയസ്ലി. കാരണം അവള് ചിന്തിക്കുക പോലും ഇല്ല, സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അവൾക്ക് വിശ്വസിക്കാൻ പറ്റൂല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ സർപ്രൈസ് എല്ലാം കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിട്ടാ പോകുന്നത്. ശരിക്കും പറഞ്ഞ ഈ കേരളം എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഈ കേരളത്തിലൊക്കെ ഞാൻ ജനിച്ചു വളർന്നിട്ടാണ് വേറെ സ്ഥലത്തൊന്നും പോകുമ്പോ എനിക്ക് വലിയ അതിശയൊന്നും തോന്നാത്തത്. ഇത് ഓരോ ട്രോപ്പിക്കൽ വെതറിലും ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നാറില്ല. കേരളം അത് നമ്മളെ നാടായോണ്ട് ഞാൻ പൊക്കി പറയുന്നൊന്നല്ല, ശരിക്കും നോക്ക്. ആ ശരിയാ, റോഡ് കുറച്ച് മോശമുണ്ട്, കുറച്ചധികം. അപ്പൊ അത് മാത്രം ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്റെ നാട്ടിലൊക്കെ നല്ല റോഡാട്ടോ. ഇവിടെ വയനാട് മാത്രം റോഡിനൊക്കെ എത്ര പ്രശ്നമുള്ളൂ. എന്റെ ആ ഏരിയയിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പ്രശ്നം. വയനാട്ടിലെ ആളുകൾക്ക് ഭയങ്കര ക്ഷമയാണ്. അതെ, വയനാട്ടിലെ ആളുകൾക്ക് നല്ല ക്ഷമയുണ്ടോ? ഭയങ്കര ക്ഷമ. റോഡ് കിടന്നിങ്ങനൊന്നും പ്രശ്നമില്ല. പ്രശ്നമില്ല. നിങ്ങളെ നാട്ടില് തിരൂര് റോഡ് മോശമുണ്ടോ? മോശമുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. MLA പ്രഷർ വരും, പെട്ടെന്ന് റോഡ് റോഡ് ചെയ്യും. ഓക്കെ, ഇവർക്കത് നമ്മൾ ഇന്നലെ പോയ റോഡ് കണ്ടില്ലേ? അയ്യോ, റോഡില്ല അതിന്, ഓഫ് റോഡ് അല്ലേ. നമുക്ക് ഫ്രീ ഓഫ് റോഡ് തന്നവര്. സ്റ്റേറ്റ് ഹൈവേ കണ്ടില്ലേ എന്ത് രസാ. നമുക്ക് എന്താണ് രസം എന്നറിയോ, ആ കാട്ടിനുള്ളിലേക്ക് ആ കോടെല്ലാം ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാണാൻ തന്നെ. ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ഞങ്ങക്ക് അറിയില്ല വഴി എവിടെയെന്ന്. അങ്ങനെ അവള് ഡൽഹിയിലാണ് പഠിക്കുന്നുണ്ടായിരുന്നു. അസ്ലാണെങ്കിൽ 5 വർഷം ഡൽഹി പഠിച്ചല്ലേ, അസ്ലാനെ കൊണ്ട് ഉപകാരം ഉണ്ടായി. അസ്ല അഡ്രസ് വരെ കണ്ടുപിടിച്ചു. താങ്ക് യു സോ മച്ച് അസ്ല. അഡ്രസ് ഉൾപ്പെടെ ഫുൾ അവക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങള് വിചാരിച്ച ഞങ്ങക്ക് സ്ഥലപ്പേര് കിട്ടി, മുക്കാലി. മുക്കാലി, ആ മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഞങ്ങള് വെച്ച് ഇവിടെ എത്തിയിട്ട് ആൾക്കാർക്ക് ചോദിക്കാം. സ്ഥലപ്പേര് തന്നു, നമുക്ക് അഡ്രസ് എപ്പാടെ വന്ന് സെറ്റ്. ഹരിയേട്ടന്റെ നമ്പർ വരെ തന്നു, അവളുടെ ബ്രദറിന്റെ നമ്പർ തന്നു, അമ്മേന്റെ നമ്പർ തന്നു. പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. 2 നമ്പർ സ്വിച്ച് ഓഫാ. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു. ഇവിടെ എന്തെങ്കിലും മേടിക്കാം, അവൾക്ക് എന്തെങ്കിലും മേടിക്കാം. എന്താ മേടിക്കാം? നിർത്ത്, ഫാൻസി ഇല്ല. അൽഫാ വേണ്ട. ഡ്രസ് കട ഒന്നുമില്ലല്ലോ. നമുക്ക് ചോക്ലേറ്റ് മേടിക്കാം അല്ലേ? വേറെന്താ മേടിക്കാം? വേറൊന്നുമില്ലല്ലോ. ചോക്ലേറ്റ് മേടിക്കാം. അത് ഓപ്പൺ അല്ലേ? നിനക്ക് ഇതൊക്കെ ഇവിടെ ആൾക്കാർ ചോദിച്ചു. ഓണത്തിന് മീനും കട ആകെ ഓപ്പൺ ആയിട്ടുള്ളൂ. അവർക്ക് എന്തെങ്കിലും മേടിക്കാൻ മെഡിക്കൽ ഷോപ്പാ. അവിടെ ഒരു മിഠായെങ്കിലും മേടിക്കണോട്ടോ എന്തായാലും. ഓണായിട്ട് ഇതാ ഈ ഒരു പൂക്കളൊക്കെ ഉള്ള ഡയറി മിൽക്കും മേടിച്ചേ. ഡയറി മിൽക്ക് എന്ന് പറയുന്നത് മിൽക്കി ബാറും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്കിൽ വർക്ക് ചെയ്യുന്നേ
ആണോ? ഓക്കെ. മതി അഭി ഇപ്പൊ അവിടെ എത്തും ഇടുന്നുണ്ട്. ഫസ്റ്റ് വിടുന്നത് ഇതാണ് എന്റെ ഫ്രണ്ട് കുഞ്ചപ്പോ. ഹാപ്പിയാണോ? അതെല്ലാം കണ്ടുപിടിച്ച്. അതെ, പ്രതീക്ഷ പ്രതീക്ഷയില്ലല്ലോ. ഹാപ്പി അല്ലേ? ഇപ്പോഴാണല്ലേ? അടിപൊളി. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനങ്ങള് കണ്ടുപിടിച്ച്. അതൊക്കെ വലിയ കഥയാണ്. വലിയ കഥയാ. അത് ഈ കഥ തുടങ്ങുന്നത് വയനാട് നിന്നാണ്. വയനാട് നിങ്ങൾ വന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതെല്ലാം കണ്ടുപിടിച്ച്. ഇങ്ങനെ നമ്മളിതാ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. നമ്മള് നമ്മുടെ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പോകുന്നത്. നോൺ വെജ് ആണോ? കണ്ടോ, ഇവിടുത്തെ ഓണത്തിനെല്ലാം നോൺ വെജ് ഉണ്ട്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഓണം. ഇതാണ് ഞാൻ എല്ലാ വർഷവും ഞാൻ ആഗ്രഹിക്കുന്നത്. സീരിയസ്ലി ഇത് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. നല്ല ഓണസദ്യ കഴിക്കാൻ പോകുന്നു. ഇതുമാണ് എൻ്റെ ഹാപ്പിനെസ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് രണ്ടും ചിക്കൻ ഫ്രൈയും പിന്നെ പ്രോൺസിന്റെ അച്ചാറെല്ലാം ഇതെല്ലാം ഉണ്ട്. ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? കുഞ്ചു താങ്ക് യു സോ മച്ച്. ഓക്കെ, അവര് കഴിച്ചിട്ടില്ല. അതെ, അവളോട് ഇരിക്കാൻ പറ്റും. അവള് ഇരിക്കാത്തല്ലേ? ഇതൊക്കെ ഒരു പ്ലേറ്റ് അവിടെ ഉണ്ട്. ഇരിക്ക്. നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് കുഞ്ചു ഞങ്ങളെ ബീച്ചിലേക്ക് കൊണ്ടുവന്നേക്കാണ് അല്ലേ? ബീച്ചിന്റെ പേരെന്താണ്? ചോമ്പാല. ഞാൻ ഈ ബീച്ചിൽ മുന്നേ വന്നിട്ടുണ്ടോന്ന് ഭയങ്കരമായിട്ട് എനിക്ക് സംശയമുണ്ട്. സത്യം അല്ല, അത്ര അടിപൊളിയായിട്ടല്ല. ഞാൻ എവിടോ കണ്ട പോലെ ഒരു ശരിക്കും നല്ല തോന്നലുണ്ട്. എന്നെ നീയല്ലേ പറഞ്ഞേ ബീച്ചില് സദ്യ കഴിച്ച് ഉറങ്ങണം, ഒരു നാപ്പ് എടുക്കണം അല്ലേ? നാപ്പ് എടുത്തിട്ട് വേണം വരാനായിട്ട്. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന കേരളത്തിലെ ബീച്ചൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ഉണ്ട്, വേസ്റ്റ് ഉണ്ട്. പക്ഷെ അല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ അല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കംപ്ലീറ്റ്ലി അടിപൊളിയാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ അത്യാവശ്യം അവിടെയൊക്കെ 1-2 ചെറിയ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തീരെ ഇല്ലല്ലോ. അതല്ല, തെര ഈ തിരമാല. തിരയാണോ? തെരയല്ല, തിരമാല. തെര അറിയോ? തരാന്ന് പറയും. എന്നാ ഞാനും തരാന്ന് പറയും. കണ്ടോ? ആ, തരാ. അതും തരാ. ഞാനും അങ്ങനെ തന്നെ പറയണത്. എന്താ നാളെ തരാ. ആ, തരാ. എന്താ നിനക്ക് മാത്രം ഇവിടെ തിരൂര് വേണ്ട? പല രണ്ടുപേരുണ്ടല്ലോ. പക്ഷെ അല്ല, കൊഴപ്പല്ല. എന്തായാലും പക്ഷെ രസമുണ്ട്. ഒരു ചെറിയൊരു മുഴുപ്പിലങ്ങാടിന്റെ ഒരു കട്ടൊക്കെ ഉണ്ട് ഇല്ലേ, ചെറുതായിട്ട്. നടന്ന് നമുക്ക് അങ്ങോട്ട് വരെ പോവാം. നമ്മളിങ്ങനെ ബീച്ചിലൂടെ നടന്നു പോവാൻ കേട്ടോ. ഇത് നോക്ക് എന്ത് രസാന്നറിയോ ഇവിടെ. എന്റെ മോനെ, ഇതേ എന്തോരം സ്ഥലങ്ങളോ. ഇങ്ങനെ ഇത് എന്ത് രസാ. നീ പറഞ്ഞ പോലെ തന്നെ നല്ല ബീച്ച് ഉണ്ടോ? ഇങ്ങനെ എടുക്കുമ്പോ ഉണ്ടോ എന്ത് രസാ. എന്റെ കുഞ്ചുവിനെ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ.
സോഫ്റ്റ് അല്ല, കുറച്ച് ആടാ കുത്തുന്നുണ്ട്. നോക്ക് പല കളറില് ശരിക്കും. ആ ഹായ് ദേ വരുന്നു. നോക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഇതില് വെക്കാ, ഓരോന്ന് ഉണ്ടാക്ക. സത്യം ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലേ? ബി ബിസിനസ് തുടങ്ങാ. ബി എടാ ബിസിനസ് തുടങ്ങാം സീരിയസ് ആയിട്ടാ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയണം. ഉണ്ടാക്കാനാണ്. പൊട്ടി പോലും കുഴപ്പമില്ല, അത് നമുക്ക് ഒട്ടിക്കാം. നമ്മൾ അങ്ങനെ ഇതാ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പാട്ട് ഓരോന്നൊക്കെ കണ്ടുകൊണ്ട് കേട്ടു ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. സോ ഈ വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാനൊരു ഐസ്ക്രീം മേടിച്ചു തരാം. അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. സോ ഞാനിതാ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.